ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ റോഡ് കോൺഗ്രസ് മുന്നോട്ട് വെച്ചത് പിന്നെ 2 എലിവേറ്റഡ് ഹൈവേകളാണ്, പില്ലർ എലിവേറ്റഡ് ഹൈവേ. അതിലൊന്ന് കായംകുളത്തും ഒന്ന് തുറവൂരിലുമാണ്. കായംകുളത്തത് അട്ടിമറിക്കപ്പെട്ടു. എന്താണ് അതിൻ്റെ റീസൺ എന്നറിയില്ല. ഏതായാലും ഇപ്പം പിന്നെയും ഇതിനിടയ്ക്ക് വന്ന ആരോപണം എന്ന് പറയുന്നത് അവർ ഇതിൻ്റെ പിന്നെ NHAI അല്ല, പിന്നെ അതിൻ്റെ കോൺട്രാക്ടർമാരാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ബന്ധപ്പെടുന്നതെന്നും അങ്ങനെ കായംകുളത്ത് വന്നപ്പോൾ ഇവർ കാണാൻ സമ്മതിച്ചില്ല എന്നും ഒക്കെ ഒരു ആരോപണം ഉണ്ട്. പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചപ്പോൾ അങ്ങനെ വന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. വാട്ടവർ. ഇപ്പം പുത്തനായിട്ട് ഒരു സജഷൻ വരുന്നത് എലിവേറ്റഡ് ഹൈവേ കായംകുളത്ത് വരും എന്നതാണ്. ഇപ്പോഴത്തെ MP-യുടെ ഇടപെടലിലാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അങ്ങനെ ഒരു ഇത് പ്രോജക്റ്റ് വരുന്നു എന്ന് പറഞ്ഞ് അത് വന്നില്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന ദോഷം എന്ന് പറയുന്നത് ആ ചെറിയ ഒരു അണ്ടർപാസിലൂടെ ഈ പടിഞ്ഞാറുനിന്ന് വരുന്നതും തെക്കുന്ന് വരുന്നതും വടക്കുന്ന് വരുന്നതും കിഴക്കുന്ന് വരുന്നതുമായുള്ള വണ്ടികൾ വന്ന് ഏറ്റവും കൂടുതൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുന്ന ഒരു ഏരിയയായി കായംകുളം പട്ടണം മാറും എന്നുള്ളതാണ്. അപ്പോൾ ഈ എലിവേറ്റഡ് ഹൈവേക്ക് വേണ്ടി നഗരസഭയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഇനിഷ്യേറ്റീവ് ഉണ്ടാവും? NH-66 വർക്കുകൾ തുടങ്ങുന്നത് 2 വർഷത്തെ കാലതാമസത്തിന് ശേഷമാണെന്നാണ് എൻ്റെ അറിവ്. അതിൻ്റെ DPR തയ്യാറാക്കി പ്രസിദ്ധീകരിച്ചപ്പോൾ കായംകുളം MLA-യോ ആലപ്പുഴ MP-യോ കായംകുളം നഗരസഭയോ യാതൊരു ഇടപെടലും നടത്തിയിട്ടില്ല. എന്തിന് കരുനാഗപ്പള്ളിയിലും ഹരിപ്പാട്ടും എന്തിന് നമ്മുടെ മൂക്കിന് ചേപ്പാട്ട് വരെ ഈ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട അജിറ്റേഷൻ നടന്നിട്ട് കായംകുളത്തെ ഒരു വ്യാപാരി സംഘടനകളിലും പുറത്തു വന്നില്ല. അവരാരും അത് ശ്രദ്ധിച്ചേയില്ല. റോഡ് വർക്ക് തുടങ്ങി ഒരു 10-20% വർക്ക് ആരംഭിച്ചതിന് ശേഷമാണ് കായംകുളത്ത് ഈ വിഷയം റേസ് ചെയ്ത് വരുന്നത്. കായംകുളത്തെ സംബന്ധിച്ചിടത്തോളം കായംകുളം പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്തുകൂടിയാണ് ഈ റോഡ് പോകുന്നത്. ഇത് കോട്ട പോലെ 2 ഭാഗമായിട്ട് തിരിക്കുന്ന ഒരു അശാസ്ത്രീയമായ നിർമ്മാണമാണ് ഇവിടെ നടക്കുന്നത്. CPM ഇത് അറിഞ്ഞില്ല എന്ന് ആർക്കും പറയാൻ കഴിയില്ല. കാരണം കായംകുളം ടൗണിലെ ഒരു അണ്ടർ പാസേജ് വരേണ്ടത് KSRTC ജംഗ്ഷനിലാണ്. KSRTC ജംഗ്ഷനിൽ വരേണ്ട അണ്ടർ പാസേജ് എങ്ങനെ അതിൻ്റെ തെക്ക് ഭാഗത്തെ പോക്കറ്റ് റോഡിൻ്റെ മുന്നിൽ വന്നു എന്നുള്ളത് മാത്രം പരിശോധിച്ചാൽ അറിയാം CPM ഇതിനകത്ത് നടത്തിയ ശ്രമങ്ങൾ. CPM ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്ന് NH-ലേക്ക് ഡയറക്റ്റ് ആക്സസ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഈ റോഡ് അങ്ങോട്ട് മാറ്റിയത്. ഇല്ലെങ്കിൽ ഇത് KSRTC ജംഗ്ഷനിലാണ് വരേണ്ടത്. കായംകുളം പുനലൂർ റോഡ് സംസ്ഥാന പാതയാണ്. ആ സംസ്ഥാന പാതയിൽ നിന്ന് വരുന്ന വാഹനങ്ങളാണല്ലോ ഏറ്റവും കൂടുതൽ. ഈ ടൗണിൽ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ വരുന്നത് എവിടുന്നാണ്? കായംകുളം പുനലൂർ റോഡിൽ നിന്നാണ്. ആ സംസ്ഥാന പാതയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ പോകേണ്ട അണ്ടർ പാസേജിന് പകരം താലൂക്ക് ആശുപത്രിയുടെ തെക്കേപ്പുറത്ത് ഞങ്ങൾ വീതി വിട്ട് ഉണ്ടാക്കിയതാണ്, CPM ഉണ്ടാക്കിയതല്ല. ഞങ്ങളുടെ കാലത്താണ് ആ റോഡ് വീതി ഉണ്ടാക്കിയത്. AE ഓഫീസ് മുതൽ താലൂക്ക് ആശുപത്രികളുടെ ഭാഗത്തെ മതിലുകളെല്ലാം ഒരു രാത്രി കൊണ്ട് ഇടിച്ചു നിർത്തിയാണ് ഞങ്ങൾ ചെയ്തത്. സോറി, ഒന്ന് ഇടപെട്ടോട്ടെ. ഈ അണ്ടർപാസിനെ കുറിച്ചാണ് അങ്ങ് പറയുന്നത്. ഞാൻ പറയുന്നത് എലിവേറ്റഡ് ഹൈവേയെ കുറിച്ചാണ്. അവർ എലിവേറ്റഡ് ഹൈവേയെ കുറിച്ച് ഒന്നും ചിന്തിക്കാഞ്ഞത് അവരുടെ പാർട്ടി ഡയറക്ഷൻ അനുസരിച്ച് ചെയ്ത്. ഇവിടെ ഏതാണ്ട് 10,000-ഓളം ആളുകൾ പങ്കെടുത്ത മീറ്റിങ്ങിലാണ് മുഖ്യമന്ത്രി പങ്കെടുത്തത്. ഇവിടെ വലിയ പ്രചരണം കൊടുത്തു. മുഖ്യമന്ത്രി ഈ ഉയരപ്പാത ഇവിടെ പിന്നെ എൽമെക്സ് ഗവൺമെൻറ്റിൻ്റെ മീറ്റിങ്ങിൽ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ് നാട്ടിലുള്ള ഒരുപാട് ആളുകളെ പങ്കെടുപ്പിച്ചു. മുഖ്യമന്ത്രി വരുന്നതിന് മുമ്പ് ആ യോഗത്തിൽ പ്രസംഗിച്ചത് നാഷണൽ ഹൈവേയുടെ ചുമതല വഹിക്കുന്ന സംസ്ഥാന പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസായിരുന്നു. അദ്ദേഹം ഒരൊറ്റ അക്ഷരം ഈ റോഡ് നിർമ്മാണത്തെക്കുറിച്ച് പറഞ്ഞില്ല. മുഖ്യമന്ത്രി വന്ന് സ്റ്റേജിൽ കയറിയ ശേഷം അദ്ദേഹത്തിന് 10 മിനിറ്റ് കൂടെ സംസാരിക്കാൻ അവസരം കൊടുത്തു. അങ്ങനെ കേരളത്തിലെ ഒരു വേദിയും ഞാൻ കണ്ടില്ല. കായംകുളത്ത് ഞാൻ കണ്ടു. MLA MP ഒക്കെ ഇവിടുത്തെ പാർട്ടിയുടെ എല്ലാ നേതാക്കന്മാരും ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി ഒരൊറ്റ അക്ഷരം പറഞ്ഞില്ല. മുഖ്യമന്ത്രിയുടെ മരുമകൻ പറഞ്ഞത് നാഷണൽ ഹൈവേ ഇവിടെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഇച്ഛാശക്തിയാണെന്ന് പറഞ്ഞു. ശരിയായിരിക്കാം. പക്ഷേ കായംകുളത്തെ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ
ഒരു അക്ഷരം പോലും മുഖ്യമന്ത്രിയോ ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയോ പറഞ്ഞില്ല. അപ്പോൾ പാർട്ടി നിയന്ത്രണത്തിലാണ് കായംകുളത്തെ CPM, കായംകുളത്തെ നഗരസഭാ ഭരണം, കായംകുളത്തെ MLA, ആലപ്പുഴ MP. അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പാർട്ടി പറയുന്നതിന് അനുസരിച്ച് നിന്ന ജനപ്രതിനിധികളും നഗരസഭയുമാണ് കായംകുളത്ത് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഈ ദുരന്തം കായംകുളത്ത് ഉണ്ടായത്. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, എലിവേറ്റഡ് ഹൈവേ ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങയുടെ നിലപാടെന്താണ്? എലിവേറ്റഡ് ഹൈവേ ഇന്നും സെൻട്രൽ ഗവൺമെൻറ് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമാണ്. കാരണം പട്ടണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോർഷനാണ് ഈ പുതിയടം ഭാഗം മുതൽ ഷഹീദാർ പള്ളി വരെയുള്ള MSN കോളേജിന് വടക്കുവശം വരെയുള്ള ഭാഗം. ഇവിടെ പുല്ലുകുളങ്ങര കാർത്തികപ്പള്ളി ഒരു പ്രധാന റോഡാണ്. ആ റോഡ് എന്ന് പറയുന്നത് എൻ്റെ പ്രാധാന്യം മാത്രമല്ല, തീരദേശ പ്രദേശത്തെ ആയിരക്കണക്കിന് ആളുകൾ പട്ടണത്തിലേക്ക് വരുന്ന ഭാഗമാണ് കോളേജ് ജംഗ്ഷൻ. മാർക്കറ്റിൽ നിന്ന് തീരദേശത്തേക്ക് പോകുന്ന ആളുകളുടെ പ്രധാനപ്പെട്ട ഒരു കവാടമായിട്ട് മാറുകയാണ് ആ അണ്ടർ പാസേജ്. അതിശക്തമായ ഗതാഗതക്കുരുക്കുണ്ടാകുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കായംകുളം പുനലൂർ റോഡിലേക്ക് വരുന്ന വാഹനങ്ങളും ഇവിടെ തന്നെയാണ് വന്ന് കയറേണ്ടത്. കായംകുളം നഗരസഭയുടെ ആദ്യത്തെ കൗൺസിൽ 9-ാം തീയതി നടക്കാൻ പോവുകയാണ്. പ്രഥമ കൗൺസിലിൻ്റെ ഒന്നാമത്തെ അജണ്ട NH-66 അശാസ്ത്രീയമായ നിർമ്മാണം സംബന്ധിച്ചാണ്.